രാത്രിയിൽ ചോറ് കഴിക്കാൻ മടിയുള്ള ആൾക്കാരാണോ നിങ്ങൾ? അതായത് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സാലഡ്സ് ആയിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ കേട്ടോ. അത് നോൺ വെജ് സാലഡ് ആവാം, സാലഡ് ആവും. ഇപ്പം നോൺ വെജ് എന്ന് പറയുമ്പോൾ ചിക്കൻ ആഡ് ചെയ്യുന്നു, വെജ് എന്ന് പറയുമ്പോൾ പനീർ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇനീഷ്യലി എനിക്കിങ്ങനെ ഒരു സാലഡ്സ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം എനിക്ക് ഇത്തിരി ആണെങ്കിലും കുറച്ച് റൈസ് കഴിക്കണമായിരുന്നു. ബട്ട് നമ്മൾ ഈ സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇത് കഴിക്കാനായിട്ട്. കാരണം നമ്മളിതിൽ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ചോറ് കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് ഇതന്നെ കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ചിക്കൻ ഒക്കെ ഇട്ട് ഒരു സാലഡ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടൊരു സാലഡാണ് കേട്ടോ. അപ്പോൾ സാലഡ് ഉണ്ടാക്കാൻ വളരെ ഈസി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ടേസ്റ്റ് തോന്നി, അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബോൺലെസ് ചിക്കൻ മേടിച്ചായിരുന്നു, ഒരു 500 ഗ്രാം, ഒരു 140 റുപ്പീസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ അത് മേടിച്ചു. അപ്പോൾ ഞാൻ ആവശ്യമുള്ളത്, അതായത് നമുക്ക് അത്രയും ചിക്കൻ വേണ്ട, ഒരു ബൗളിൽ ബോൺലെസ് ചിക്കൻ കട്ട് ചെയ്തിട്ട് നമ്മൾ ഓവൽ വെച്ച് ഡീപ്പ് റോസ്റ്റ് ചെയ്തായിരുന്നു. ദെൻ പിന്നെ ഞാനൊരു പാൻ എടുത്തിട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് ചിക്കൻ ഒന്ന് വരട്ടിയെടുത്തു കേട്ടോ. അപ്പോൾ എടുത്ത ചിക്കൻ കുറവായതുകൊണ്ട് ഞാൻ ടെൻഡർ ചിക്കൻ ഉണ്ടല്ലോ, ഇപ്പോൾ ടെൻഡർ ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ മൊത്തം ഒരു പീസ് കഴിക്കും. ഒരു പീസല്ല, ചിലപ്പോൾ ടേസ്റ്റ് കാരണം നമ്മൾ 1, 2, 3 ഒക്കെ കഴിക്കും. പക്ഷേ ഞാനിവിടെ ജസ്റ്റ് ഒരു ടെൻഡർ ചിക്കൻ ഒരു ചെറിയ പീസ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഇറ്റാലിയൻ സീസണിങ്ങും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്തു. പിന്നെ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഫ്രൈ ആയെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, കുക്കുംബർ, ടൊമാറ്റോ ഒക്കെ ഇട്ടത്. ദെൻ വീണ്ടും ജസ്റ്റ് ഒന്ന് മിനിമലായിട്ട് ഫ്രൈ ചെയ്തു, ജസ്റ്റ് സാൾട്ടും ആഡ് ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് അധികം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വെജിറ്റബിൾസ് നല്ലോണം ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടേസ്റ്റ് മീൻസ് ഫ്രൈ ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇന്ന് എനിക്കിത് കഴിച്ചപ്പോൾ വളരെ ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ കാർബ് ഒഴിവാക്കാൻ ആഗ്രഹമുള്ളവർ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ സാലഡ് വെച്ച് ചെയ്യാം. നമുക്ക് ഇനീഷ്യലി ഉള്ള ബുദ്ധിമുട്ട് പിന്നെ 1-2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരു സാലഡിനോട് ഒരു അഡിക്ഷൻ നമുക്ക് തോന്നിയോടും. എനിക്കിപ്പോൾ വളരെ ഇഷ്ടമാണ് ഇത് കഴിക്കാൻ തന്നെ കേട്ടോ.